ഹലോ, ഇന്ന് നമുക്ക് പി വിക്ക് ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ പോയാലോ? ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു കസ്റ്റമൈസേഷൻ. ഇത് ഇച്ചിരി വലിയ കഥയായതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് കാണിക്കണേ. ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് നേരത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്നു. ആ സെയിം കളർ കിട്ടുമോ എന്ന് സംശയമില്ലായിരുന്നു. പിന്നെ വേണ്ടതൊരു റെഫറൻസ് പിക്കായിരുന്നേ. അതിനുവേണ്ടി ഞാൻ കുറേ തപ്പി നമ്മുടെ കസ്റ്റമൈസേഷൻ പേജിലും പിന്നെ ബേബി ഫോട്ടോഷൂട്ടും അങ്ങനെ കുറേ. ലാസ്റ്റ് എനിക്കും കിട്ടിയ ഒരു റെഫറൻസ് പിക്ക്. പക്ഷേ ഇത് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. ഇതിലെ മെയിൻ കഥാപാത്രം ഫ്രോക്കിൻ്റെ പ്രൊഡ്യൂസറാണ് മൂസി. എൻ്റെ എല്ലാ ഐഡിയാസും കേട്ടിട്ട് അതിനൊക്കെ നോ പറയാതെ ആളുടെ സജഷൻസ് കൂടി വെച്ചാണ് ഞങ്ങൾ ഈ ഡ്രസ്സ് സെറ്റാക്കിയത്. മെറ്റീരിയലിന് മൂസിയുടെ സജഷൻ പ്രകാരം പരാഗാണ് ചൂസാക്കിയത്. മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ കിട്ടി. പർച്ചേസിന് മോളെ ഒന്നും കൂട്ടാതെ ഞാൻ തന്നെയാണ് പോയത്. മോളെ കുട്ടി പിന്നെ ഭയങ്കര ഹറി പറയാവും, ഒന്നും നടക്കുകയില്ല. പിന്നെ ഈ ഡ്രസ്സിന് കുറച്ച് അലക്കുലത്തെ സാധനങ്ങൾ വേണമായിരുന്നു. ബീഡ്സും ബട്ടർഫ്ലൈയും പേൾസും ഒക്കെ. പക്ഷെ അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടി. ബട്ട് കളർ അങ്ങോട്ട് മാച്ചായില്ല എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അലക്കുലത്തെ സാധനങ്ങളൊക്കെ വെച്ച് മൂസി ഡ്രസ്സ് സെറ്റാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. അതാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണില്ല ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ അതിന് അവിടെ വിരാമം ഇട്ടുകൊണ്ട് ഞാൻ വേറെ കുറച്ച് സാധനങ്ങളും തപ്പി ഇറങ്ങി. ഞാൻ ആ സെൻട്രൽ പോർഷനിൽ ലവ് വയ്ക്കാം, അവിടെ പ്ലെയിൻ ആക്കേണ്ട ഒരു 3D എഫക്റ്റ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ബ്രൗൺ കളറിലെ റോസ് തപ്പിയാണ് ഇറങ്ങുന്നത്. കിട്ടിയില്ലേ, സാറ്റിൻ വാങ്ങിച്ച റോസ് ഉണ്ടാക്കാമെന്ന് തന്നെ കരുതി. റോസും കിട്ടിയില്ല, സാറ്റിനും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഏകദേശം കളർ മാച്ചാകുന്ന എന്തോ കുറച്ച് സാധനം എനിക്ക് കിട്ടി. ആ കിട്ടിയ സാധനങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ അന്ന് പോയപ്പോൾ വെയിലിനുള്ള മെറ്റീരിയൽ എടുക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ വെയിലിനുള്ള തുണിയും വാങ്ങി. പിന്നെ റോസ് എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഇറങ്ങി. ആ തിരച്ചിൽ ഇനി നമുക്ക് പാർട്ട് 2 കാണാവേ.